ഏകദേശം 15 മാസം നീണ്ടുനിന്ന ഹമാസ് ഇസ്രായേൽ വാർ ഏകദേശം അതിന് വിരാമം കുറിച്ചുകൊണ്ട് എഗ്രിമെൻ്റ് സൈൻ ചെയ്തില്ല, പക്ഷേ എഗ്രിമെൻ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നു എന്നാണ് ഗ്ലോബൽ മീഡിയയും പല ഇസ്രായേലി പത്രങ്ങളും, ഖറ്റാർ പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും അമേരിക്കൻ പ്രസിഡൻറ്റും ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററും പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേരളത്തിലെ മീഡിയയും പാകിസ്ഥാൻ മീഡിയയും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ മെയിൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഹമാസ് പോരാളികൾക്ക് അനുകൂലമായി. അതേ സെയിമാണ് ഇന്ത്യയിലെ മിനി പാകിസ്ഥാനായ കേരളത്തിലെ ചില മീഡിയ, അതായത് ഒരു സ്പെസിഫിക് ഏരിയയിൽ സ്പെസിഫിക് ആയിട്ടുള്ള സമുദായത്തിൻ്റെ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ആ മീഡിയ റിപ്പോർട്ട്. ഇപ്പം ഇതിനകത്തു നിന്നൊക്കെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് പാകിസ്ഥാനിൽ എങ്ങനെയാണ് മീഡിയ സംസാരിക്കുന്നത്, അതേപോലെയാണ് ഈ മിനി പാകിസ്ഥാനിലെ മീഡിയ സംസാരിക്കുന്നത്. ഞാൻ അന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് ശരിയല്ല, ഞാൻ എടുത്തു നോക്ക് എങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഡോൺ ന്യൂസ്, ദ നേഷൻ, പല ഉറുദു പത്രങ്ങൾ അവരുടെ ഫ്രണ്ടിലെ പേജ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്, ഏത് രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ആ സെയിം വേവിലാണ് ഇവിടെ കേരള മിനി പാകിസ്ഥാനിലെ പത്രങ്ങളുടെ പേര് പറയുന്നില്ല, അവരും വാർത്ത കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇത് മിനി പാകിസ്ഥാനാണ്. ഇപ്പം പാകിസ്ഥാനിൽ ആ വാർത്ത കൊടുത്തതിൻ്റെ കാര്യം വേറെ റീസണാണ്. കാരണം അങ്ങനെ വാർത്ത കൊടുത്തില്ലെങ്കിൽ ഈ പത്രങ്ങളുടെ നാളെ കത്തിക്കും. അതുകൊണ്ട് അവർ കൊടുത്തത്. കാരണം അവിടുത്തെ ജേർണലിസ്റ്റുകളൊക്കെ എനിക്കറിയാം, അവർ പറയുന്ന സംഭവം ഞങ്ങളെല്ലാം കൊടുക്കാൻ പറ്റത്തില്ല, നിഷ്പക്ഷമായിട്ടൊന്നും വാർത്ത കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വാർത്ത കൊടുത്തില്ലെങ്കിൽ ആ പത്രം ഓഫീസും പത്രവും എല്ലാം കൂടെ കത്തിക്കും. പക്ഷേ കേരളത്തിലെന്ത് മിനി പാകിസ്ഥാൻ എന്ത് ചെയ്ത്? ഇങ്ങനെ വാർത്ത കൊടുത്തില്ല എങ്കിൽ, ഇങ്ങനെ യൂട്യൂബുകളിൽ സംഭവം വന്നില്ല എങ്കിൽ ഇത് പിന്നെ ആരും വായിക്കത്തില്ല. അതതിൻ്റെ റീസൺ. അല്ലാതെ വേറെ നിങ്ങളിതിൻ്റെ റോക്കറ്റ് ടെക്നോളജി ഒന്നും ആലോചിക്കണ്ട. കാരണം ഈ സാധനങ്ങൾ ചവറാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം അവരെ ഈ പറയുന്ന ഹമാസിൻ്റെ പോരാളികളെ ഫാനുകളും അങ്ങനെ ഇങ്ങനെ കിടക്കുക, അവരെയൊക്കെ ആഘോഷിപ്പിക്കണ്ടായോ? അതിനുവേണ്ടി അവരും അത് കൊടുത്തു. അതിൻ്റെ അത് പ്രധാനപ്പെട്ട ഇന്നലെ രാത്രിയിൽ അൽ ജസീറ ചാനൽ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ഹമാസ് അൺബീറ്റബിൾ എന്നാണ്. പക്ഷേ അവരുടെ പൊളിറ്റിക്കൽ എഡിറ്റർ, അതായത് അവർ അതേപോലെ ജിയോ പൊളിറ്റിക്സ്, എക്സ്റ്റേണൽ ഫോറിൻ അഫേഴ്സ് എഡിറ്ററൊക്കെ പറഞ്ഞത് അവർ ന്യൂയോർക്കിൽ നിന്ന് ചേർന്നു, ചില ആൾക്കാർ ദോഹയിൽ നിന്ന് ചേർന്ന്, ആ ഡിബേറ്റ് ഞാൻ കണ്ടു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറഞ്ഞു ഹമാസിന് അടി കിട്ടി. അതായത് ഇനി പഴയ പോലെ ഹമാസ് തിരിച്ചു വരുന്ന കാര്യം സംശയമാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഡീല് ഉണ്ടായത് മനസ്സിലാക്കുക. ഏകദേശം ജൂലൈയിലും അമേരിക്ക മുന്നോട്ട് വെച്ച, ഇസ്രായേലുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് അമേരിക്ക മുന്നോട്ട് വെച്ച എഗ്രിമെൻ്റാണിത്. ആ എഗ്രിമെൻ്റ് ഈ പറയുന്ന ഖത്തറിൻ്റെ പ്രശ്നം കൊണ്ടാണ് നടക്കാതിരുന്നത് എന്ന് ചില അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ്, റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവരും ഡെമോക്രാറ്റ്സും അമേരിക്കയിൽ ഖത്തറിനെതിരെ അലിഗേഷൻ ഉണ്ടായി. അതിനെ തുടർന്ന് നിങ്ങൾക്കറിയാം, വാർത്ത പുറത്തു വന്നു, ഖത്തറിന് കാരണം രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ലാതായി. കാരണം അമേരിക്ക തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഖത്തർ തീർന്നു പോകും. അപ്പം അന്ന് ഖത്തർ ചെയ്ത പരിപാടി, അവിടെ ഉണ്ടായിരുന്ന ഹമാസിൻ്റെ ലീഡേഴ്സിനോട് അവിടെ വിട്ട് പോകാൻ പറഞ്ഞു. മനസ്സിലാക്കുക, ഇങ്ങനൊരു ഡീലുണ്ടായിട്ട് പോലും ഖത്തറിൻ്റെ ഈ ഹമാസിൻ്റെ ഒരാൾക്കാർ പോലും ഖത്തറിൻ്റെ ദോഹയിൽ വന്ന് പത്രസമ്മേളനമോ പത്രക്കാരോട് സംസാരിച്ചില്ല. കാരണം ഖറ്റാർ ഗവൺമെൻറ് അതിശക്തമായ രീതിയിൽ അവരെ ഒതുക്കി. കാരണം ഒരു കാരണവശാലും അവരെ ഇനി അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ ഫൈനൽ റൗണ്ടിൻ്റെ ചർച്ചകളിലൊക്കെ ഖത്തറിൻ്റെ ഫോറിൻ അഫേഴ്സ് മിനിസ്റ്ററും അതിൻ്റെ പ്രധാനമന്ത്രിയും നേരിട്ടാണ് ഇടപെട്ടത്, പുഷ് ചെയ്ത്. പിന്നെ അറിയാൻ സാധിക്കുന്നത് ഈ ഹമാസിൻ്റെ നേതാക്കളെ, പല ആൾക്കാരെയും ഈ തുർക്കിയിൽ ഏകദേശം 3000-ഓളം ഹമാസിൻ്റെ അവരുടെ ഭീകരൻ എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്, അല്ല പോരാളിയൊന്നും ഞാൻ വാക്ക് ഉപയോഗിക്കുന്നതുമില്ല. അവരവിടെ അഡ്മിറ്റായിരുന്നു, സീരിയസ് ആയിട്ട്. അവിടുത്തെ ഉറുദുകാർ പോയിട്ടു. അതിൻ്റെ അകത്ത് ചില ആൾക്കാരെ എയർ ആംബുലൻസ് കൊണ്ട് അവിടുന്ന് വിളിച്ച് വരുത്തിയിട്ട് അവരെ വെച്ചിട്ടാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്തുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതിൻ്റെ അകത്ത് ഡീൽ എന്ന് പറയുന്നത് ഏകദേശം 42 ദിവസം
കൊണ്ട് തീരാവുന്ന ഡീൽ ആ രീതിയിലാണ് ആക്കിയിരിക്കുന്നത്. അതായത് 3 ഘട്ടമായിട്ടോ അല്ലെങ്കിൽ 4 ഘട്ടമായിട്ടോ, അതായത് ഇസ്രായേലി ഫോഴ്സ് ഘട്ടം ഘട്ടമായിട്ട് അവിടുന്ന് മാറും. ഈ ഹോസ്റ്റേജസിനെ മുഴുവൻ റിലീസ് ചെയ്യും. അതായത് ഇസ്രായേലിൽ സൈനികപരമായ സംഭവം അതിൻ്റെ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഈ ആദ്യത്തെ ഈ ഡീലിനകത്ത് പറയുന്നത്. ഇനി യഥാർത്ഥ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന ഡീലെന്ന് പറയുന്നത് ജൂലൈയിൽ ഉണ്ടായതാണ്. അമേരിക്ക ഇനിഷ്യേറ്റ് ചെയ്തുണ്ടായ സംഭവമാണ്. ഇതിനെ ബ്രോക്കർ ചെയ്തത് ഖത്തർ ചെയ്തു, തുർക്കി ചെയ്തു, അതേപോലെ ഈജിപ്റ്റ്, 3 രാജ്യങ്ങൾ, പിന്നെ അമേരിക്ക. അപ്പം അതിനകത്ത് അന്ന് ഈജിപ്തും തുർക്കിയും പറഞ്ഞ് ഖത്തറിൻ്റെ ചില പിടിവാശികൾ കൊണ്ടാണ് ഇത് നടക്കാതിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് അവരെ ഖത്തർ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുകയും പിന്നീട് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിട്ട് അവരെ അവിടെ നിർത്തുകയും ചെയ്തു. ഇതാണ് നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോഴെന്താണ് പെട്ടെന്ന്, അതായത് ജൂലൈ തുടങ്ങിയ സംഭവം ഇത്രയും നാൾ നീണ്ടു നിന്നത്? അതിൻ്റെ കാര്യമുണ്ട്. അതിനെപ്പറ്റി അമേരിക്കൻ മീഡിയ ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ട്രംപിനോടുള്ള പേടി ഖത്തറിന്. അതൊറ്റ കാരണം കൊണ്ടാണ് ഖത്തർ യാതൊരു സംഭവം, കാരണം ഒട്ടും തന്നെ താമസിക്കാതെ, കാരണം ട്രംപ് അധികാരത്തിലേറുന്ന ദിവസത്തിൻ്റെ ഒരു ദിവസം മുമ്പാണ് ആദ്യത്തെ 33 പേരെ റിലീസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ഖത്തർ ഫാൻസുകളോട് പറയാം, അത്രമാത്രം ഖത്തറിന് പേടിയാണ് ട്രംപിനെ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അലംഭാവം കാണിച്ചത് ബൈഡൻ അഡ്മിനിസ്ട്രേഷനാണ്. അത് ഉറപ്പായിട്ടും അതേപറ്റി എൻക്വയറി ഉണ്ടാകും. അമേരിക്കൻ പല മീഡിയകളും പറയുന്നത്, അതായത് ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ട്രംപിനിപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യണം. കാരണം അതിൻ്റെ അകത്ത് അമേരിക്കൻസ് ഉണ്ട്, അമേരിക്കൻ സിറ്റിസൺ ഉണ്ട്, അമേരിക്കൻ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ജൂയിഷ് ആൾക്കാരുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്. ഇവർ ഈ പറയുന്ന പാർട്ടിയിൽ പങ്കെടുക്കാൻ പോയി അവരെയും കൂടെ പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പം ഇത് അമേരിക്കയുടെ ഡയറക്റ്റായിട്ടുള്ള ഇടപെടാനുള്ള സാധ്യത ഇതിനകത്ത് കൂടുതലാണ്. എന്തുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഖത്തറിനെതിരെ നടപടിയെടുക്കും? ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഈ നയങ്ങൾ തെറ്റായിപ്പോയി പലപ്പോഴും. ഈ ട്രംപ് പറഞ്ഞ പോലെ 2 പ്രാവശ്യം വാണിങ് ഖത്തറിന് കൊടുത്തിരുന്നെങ്കിൽ ഇവൻ തീ പിടിച്ച് പോയിട്ട് സംഭവം സെറ്റിൽ ചെയ്തേനെ. പക്ഷെ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അതിന് ശ്രമിച്ചില്ല. ഉറപ്പായിട്ടും അമേരിക്കൻസ് ഇത്ര ഹോസ്റ്റേജസ് അതിൻ്റെ അകത്തുണ്ട്, അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ടും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹൈ ലെവൽ എൻക്വയറി സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പം അതിനകത്ത്, കാരണം ട്രംപിനൊരു ചാൻസ് കിട്ടുവാണ് ബൈഡനെയും ഡെമോക്രാറ്റ്സിനെയും പൂട്ടാൻ വേണ്ടി. അതയാൾ കളയത്തുമില്ല. കാരണം അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം അമേരിക്കൻ സിറ്റിസൺ പോലും ഈ ഹോസ്റ്റേജസിനകത്ത് ഉണ്ട്. ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഖത്തറിനെ പിന്നെ ഫിക്സ് ചെയ്യുകയും ചെയ്യണം. ഖത്തറിനെ എങ്ങനെ ഫിക്സ് ചെയ്യും? കാരണം എൻക്വയറി കൂടെ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അമേരിക്ക അംഗീകരിച്ചാണ് നാറ്റോയ്ക്ക് പുറത്തുള്ള മോസ്റ്റ് ഫേവറേറ്റ് നേഷനാണ് ഖത്തർ. അമേരിക്കൻ ബേസ് അവിടെ ഉണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു രാജ്യത്തെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ജസ്റ്റിഫൈ ചെയ്യണം. ആ ജസ്റ്റിഫിക്കേഷൻ്റെ സംഭവമാണ് എൻക്വയറി എന്ന് പറഞ്ഞ സംഭവം. കാരണം എൻക്വയറി വന്നു കഴിയുമ്പോൾ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ഓഫീഷ്യൽസ് ഇൻക്ലൂഡിങ് ആൻ്റണി ബ്ലിങ്കൻ, അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ്, ബൈഡൻ എന്താണ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഈ ഇത്രയും അമേരിക്കൻസ് അവിടെ ഉണ്ടായത്, ഇസ്രായേലിന് വെപ്പൺസ് കൊടുക്കാൻ ഡിലേ ആയത്, കാരണം ഇടയ്ക്കത് ഡിലേ ചെയ്തു. ഇത് മുഴുവനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. കാരണം ഇത് അമേരിക്കൻ സെനറ്റിലും കോൺഗ്രസിലൊക്കെ പാസ്സാക്കിയതാണ് ഇസ്രായേലിന് വെപ്പൺസ് കൊടുക്കാൻ. പിന്നീടാണ് ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അത് സ്ലോ ചെയ്യുന്നത്. ഇതൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്തുള്ള എൻക്വയറി ഉണ്ടാകും. ഉറപ്പായിട്ടും ബൈഡൻ എന്ന് പറഞ്ഞ മുൻ അമേരിക്കൻ പ്രസിഡന്റ്, ഇപ്പോഴും പ്രസിഡൻ്റാണ്, ഇതിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും കാര്യം ഓരോന്നായിട്ട് നിരത്തേണ്ടി വരും. പിന്നെ അതോടുകൂടി ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഫിക്സ് ചെയ്യും. കാരണം ഖത്തറിനെ ഇവർ ടെറർ രാജ്യമായിട്ട് ചിലപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ ഞാനിത് കണ്ടിന്യൂവേഷനാണ് പറയുന്നത്. ടെറർ രാജ്യമായിട്ട് ഖത്തറിനെ ഡിക്ലെയർ ചെയ്ത് നിങ്ങൾ ആലോചിച്ചോ നോക്കണം. അവിടെയുള്ള മലയാളികൾ, ഇന്ത്യക്കാരും ജോലി ചെയ്യുന്ന സ്ഥിതി നോക്കണം. പിന്നെ സാങ്ഷൻ ഇമ്പോസ് ചെയ്യും. അമേരിക്കൻ സംഭവം എടുത്ത് മാറ്റുന്ന ആൾ സൗദി അതിൻ്റെ അത് കയറി അങ്ങ് പിടിക്കും. കാരണം സൗദിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കും. ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കിൻ്റെ സീരിയസ് എന്താണ്. ഈ ട്രംപ് ഇത് പിടുത്തൊന്നുമില്ല ഈ ഖത്തറിനെ ഒന്നും. അപ്പോൾ ഈ നെഗോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസിൻ്റെ പല ലീഡേഴ്സ് അവസാനം അവർ പറഞ്ഞു അവർക്ക് വെപ്പൺസ് ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത് ഇറാനാണ്. ഇറാൻ്റെയും കൂടെ അഭിപ്രായം ചോദിക്കണം.
ഒരു പത്രം റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇറാനിയൻ ഒഫീഷ്യൽസ് വല്ല അഡ്മിനിസ്ട്രേഷനുമായിട്ട് മസൂദ് പെഷഷ്കാരുടെ ടീമുകൾക്ക് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അവർ ലൈഫിൽ ഒരു ടെറർ ഓർഗനൈസേഷൻ ഇതേപോലെയുള്ള മിലീഷ്യ ഓർഗനൈസേഷനോ അവർ സഹായിക്കില്ല. നിങ്ങളുടെ പാടായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കട്ടെ. കാരണം അവന് പടി കിട്ടി. അവന് മനസ്സിലായി ഹിസ്ബുള്ള എന്താ ഉണ്ടായത്, ഹൂത്തികൾ എന്താ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ഇറാന്. അതായത് ഞാൻ പറയും, ഇറാൻ പൂർണ്ണമായിട്ടും അങ്ങ് മാറി. അടുത്തൊരു വീഡിയോയ്ക്കകത്ത് മസൂദ് പെഷഷ്കാനെ പറ്റി ഞാൻ ഒരു പ്രൊഫൈൽ ചെയ്യുക. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങൾ കണ്ടിരിക്കണം എങ്ങനെ എന്താണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ കൈയൊഴിഞ്ഞു. ഈ പറയുന്ന തുർക്കിയും ഈജിപ്തും പറഞ്ഞ് ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കിയാൽ മതിയോ, അല്ലെങ്കിൽ ഈ റീജിയൻ്റെ അകത്ത് സമാധാനമില്ല. എല്ലാവരും കൂടെ കൈയൊഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്ന ജൂലൈ ഉണ്ടായിരുന്ന ഡീല് ഇപ്പോഴത്തെ സാങ്ഷൻ. അതിൻ്റെ അകത്ത് ഇസ്രായേലിന് അവരുടെ തീവ്ര വലതുപക്ഷ പല ആൾക്കാർക്കും അതിനോട് യോജിപ്പില്ല ഈ കരാർ. കാരണം ഗാസ വിട്ടു കൊടുക്കേണ്ടി വന്നു. കാരണം ഗാസയുടെ ലോ ആൻഡ് ഓർഡർ അവർ ഹാൻഡിൽ ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് പ്രശ്നമുണ്ട്. പക്ഷേ ട്രംപ് പറയുന്നത് ആദ്യം ഹോസ്റ്റേജസ് വരട്ടെ, അതിനുശേഷം ഞാൻ വരികയാണ് തീരുമാനം. ഇതേ രീതിയിലാണ് ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ പത്രം കോട്ട് ചെയ്തിരിക്കുന്നത്. ഇതേ വേർഡിങ്. അപ്പോൾ ഈ പലതും അറിയുമ്പോൾ നമ്മളിനി മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇവിടെ ഇനി പാകിസ്ഥാനും പാകിസ്ഥാനിലെ പത്രങ്ങളും ഒക്കെ പറയുമ്പോൾ എന്താണ് ഈ വാറിൻ്റെ അകത്ത് ഇത് ടോട്ടൽ എന്തുവാണ് സംഭവിച്ചത്. ഏകദേശം മനസ്സിലാക്കുക, 46,000 പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് ഈ പറയുന്ന ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഗാസയിൽ മാത്രം. വെസ്റ്റ് ബാങ്കിൽ ഏകദേശം 15,000 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് ഇസ്രായേലി ഫോഴ്സും അന്നുണ്ടായ സെപ്റ്റംബർ 8 ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം കുറച്ച് ഇസ്രായേലി ഫോഴ്സ് ഏകദേശം 400 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. IDFൻ്റെ മറ്റുള്ളവർ ഏകദേശം 1,700-800ഓളം പേരാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് അവർക്ക് ലോസ് ആയിരിക്കുന്നത്. അതിൻ്റെ ഇഞ്ചുറി വളരെ കുറവായി, ഏകദേശം 100 പേരിൻ്റെ അടുത്ത് മാത്രമേ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അപ്പുറത്ത് ഹമാസുമായിട്ട് ബന്ധപ്പെട്ട ഗാസയിൽ അവിടുത്തെ ടോട്ടൽ ഇഞ്ചുറി, സീരിയസ് ഇഞ്ചുറി എന്ന് പറയുന്നത് 1,07,000 പേരാണ്. പിന്നെ ഈ പറയുന്ന ഗാസയിലെ ഹമാസിൻ്റെ നമ്മളൊരു 5 ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ 4 ബിൽഡിങ്ങും തകർന്നു പോയി. അവിടെ വൈദ്യുതിയില്ല. നിങ്ങൾ അൽ ജസീറ മറ്റുള്ള വൈദ്യുതിയില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കുടിവെള്ളം പോലും ആൾക്കാർ എത്തിച്ചു കൊടുക്കണം. അപ്പം അവിടെ വൈദ്യുതിയും കുടിവെള്ളം ഇതൊക്കെ എത്തിച്ചു കൊടുക്കേണ്ടത് ഇനി ഇസ്രായേലായിരിക്കും. അവിടെയാണ് ഇസ്രായേലിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. അവിടെ പ്രശ്നം ഉണ്ടാക്കും. ഇത് കൊടുക്കരുത് എന്ന് ആ രാജ്യത്തുള്ളവർ ആവശ്യപ്പെടും. കാരണം ജനാധിപത്യ രാജ്യമാണ്. അത് ഫർദർ അപ്പോൾ ഏകദേശം 600 ടണ്ണോളം ഓരോ ദിവസവും ഫുഡ് മെറ്റീരിയൽ അവിടെ എത്തണം. ഈ കരാറിലെ മറ്റൊരു ഡീലാണ്. അപ്പം ഇവിടെയും തന്നെ ഇൻ ഫ്യൂച്ചർ പോലും ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർ കനിയാതെ ഈ പറയുന്ന ഹമാസിൻ്റെ ആരാധകരായിട്ടുള്ള ഈ പലസ്തീൻ ഗാസയിലുള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആലോചിച്ച് കുടിവെള്ളം കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം. അതേപോലെ പഴയ രീതിയിൽ ഈ ഖത്തറും മറ്റുള്ള രാജ്യങ്ങൾ, അറേബ്യൻ ഇസ്ലാമിക രാജ്യങ്ങൾ പണം ഒഴുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻ്റെ പല വോളണ്ടിയേഴ്സും അവിടെ ഹമാസിൻ്റെ ആൾക്കാരായിരുന്നു. ആ സംഭവം ഇനി ഫർദർ നടക്കത്തൊന്നുമില്ല. ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനിയും ഹമാസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ലോകത്തെവിടെ ഉണ്ടായാലും അത് ഇസ്രായേൽ അത് തുടങ്ങുമ്പോഴേ നുള്ളിക്കളയും. അതായത് ഇനിയും വരാൻ പോകുന്ന സമയത്ത് ഈ ഗാസയിൽ അവർ ഈ ഇസ്രായേൽ അവിടുന്ന് വിഡ്രോ ചെയ്താൽ ഗാസ പൂർണ്ണമായിട്ട് ഇസ്രായേൽ മോണിറ്റർ ചെയ്യും. പല രീതിയിൽ മോണിറ്റർ ചെയ്യും. ഒരു കാരണവശാലും ഈ ഹമാസ് എന്ന് പറഞ്ഞ ആൾക്കാരെ അവരിനി വളരാൻ സമ്മതിക്കത്തില്ല. എവിടെങ്കിലും വെച്ചിട്ട് അവരെ കൊല്ലും. അതിൻ്റെ എല്ലാ നേതാക്കളെയും തട്ടും, ഓരോന്നായിട്ട് തട്ടും. അതുകൊണ്ടാണ് തുർക്കി എർദോഗാൻ പറഞ്ഞിരിക്കുന്നത്, സ്റ്റേറ്റ്മെൻ്റുണ്ട്, അവിടെയുള്ള ഹമാസിനെ അഡ്മിറ്റ് ചെയ്തവരോട് തിരിച്ചു പോകാൻ പറഞ്ഞു. കാരണം അല്ലെങ്കിൽ നാളെ ഇസ്രായേൽ അവിടെ കയറി അറ്റാക്ക് ചെയ്യും. ഇതാണ് ഈ സംഭവങ്ങൾ മാറി മറിയുന്നത്. കാരണം ഇസ്രായേൽ അവിടെ കയറി അറ്റാക്ക് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു ടെറർ ഓർഗനൈസേഷൻ ഇപ്പം അങ്ങനെ കർദിഷ് ആൾക്കാരിങ്ങനെ നിൽക്കുക, അവരെ അങ്ങോട്ട് ഇൻസ്പയർ ചെയ്ത് കൊടുത്താൽ മതി, അവർ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യും. അവരോടും പറഞ്ഞ് പോയിക്കോളാം, തിരിച്ച് ഗാസയിലോട്ട് പോകാൻ. അതായത് മനസ്സിലാക്കുക, ഈ വാറിൻ്റെ അകത്ത് ഹമാസിനാണ് നേട്ടമെന്ന് പറഞ്ഞ പിന്നെ പാകിസ്ഥാനിലെ പത്രങ്ങളും അവർ മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി എന്താ ഉണ്ടായത്.
ഈ പറയുന്ന 1200 പേര് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് കയറിയപ്പോൾ ഈ 15 മാസത്തിനുള്ളിൽ ഗാസ തവിട് പൊടിയായില്ലയോ, ലെബനൻ നാശമായില്ല, ഹിസ്ബുള്ള എവിടെ പോയി, ഹൂത്തികൾ എവിടെ പോയി, സിറിയ എവിടെ പോയി, ആസാദ് എവിടെ പോയി? എന്നിട്ട് നിങ്ങൾ എന്തോ രീതിയിലാണ് ഈ പറയുന്നത് ഹമാസ് പോരാളികൾ നേട്ടമുണ്ടാക്കി? ഇത്രമാത്രം താഴോട്ട് പോയില്ല നേരത്തെ ഉള്ള ഫൈറ്റൊന്നും. ഇത് കംപ്ലീറ്റ് ആയിട്ടൊക്കെ തീർന്നു പോയി. ഇനി അതിൻ്റെ മുകളിലും പൂർണ്ണമായിട്ടും കണ്ണുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കുക, ഇതിൻ്റെ അകത്തുണ്ടായതാണ്. ലെബനൻ തീർന്നു, ഇറാൻ തീർന്നു, സിറിയ തീർന്നു. ആലോചിച്ച് 3ഓളം രാജ്യങ്ങൾ നാശമായിപ്പോയി. അപ്പോൾ ഇതാണോ ഹമാസ് കൊടുത്ത ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ? ആലോചിക്കുക. പൊട്ടത്തരവും വിഡ്ഢിത്തരവും മാത്രം പറയുന്ന ഈ കേരളത്തിലെ ഹമാസ് ഫാനുകൾ, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി, റീച്ച് കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ചവറ് സാധനം ആര് വായിക്കും? അപ്പോൾ അവരെ സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി എടുത്തു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത്, ഈ പാകിസ്ഥാൻ്റെ മിനി പാകിസ്ഥാൻ എന്ന് പറഞ്ഞ കേരളത്തിലെ ആ സ്ഥലം തന്നെയാണ്. അതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ പോകുക. ഒന്നവർ പേടിച്ചിട്ട് പോകുന്നു, ഇത് ആൾക്കാരെ സുഖിപ്പിച്ച് നിർത്താൻ പോകുന്നു. ഇതേ ഉള്ള വ്യത്യാസം. വീണ്ടും വളരെ അടിസ്ഥാനപരമായിട്ട് തീർത്തും പറയുന്നു, അത് മിനി പാകിസ്ഥാൻ തന്നെയാണ് കേരളത്തിൻ്റെ ആ ഭാഗം. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മിനി പാകിസ്ഥാനികൾ തന്നെയാണ്. അവരെ ഇന്ത്യയിൽ നിന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോദിയുടെ അത്യാവശ്യ കാര്യം. അതിൻ്റെ പേരിലാണ് PFIയെ ബാൻ ചെയ്തത്. അപ്പോൾ ഇത് തുടരണം, എന്നാൽ മാത്രമേ ഇത് ഇല്ലാതാവുകയുള്ളൂ.